അമേരിക്കൻ സ്വപ്നവും നെഞ്ചിലേറ്റി യുഎസിലെ പ്രമുഖ സർവകലാശാലകളിൽ നിന്നും അഡ്മിഷൻ ലെറ്ററുകളും വാങ്ങി ഇനി വിസ ഇന്റർവ്യൂ എന്ന കടമ്പ മാത്രം ബാക്കിയുള്ള പതിനായിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ്, അല്ലെങ്കിൽ കടുത്ത ആശങ്കയിലാണെന്ന് പറയേണ്ടി വരും. വരാനിരിക്കുന്ന 2026 ഹോൾ സെമസ്റ്ററിനായി US എംബസി ഒടുവിൽ തുറന്നു നൽകിയ F1 സ്റ്റുഡന്റ് വിസ അപ്പോയിന്റ്മെന്റ് സ്ലോട്ടുകൾ മിനിറ്റുകൾക്കകം അപ്രതീക്ഷിതമായിരിക്കുന്നു. ഇന്ത്യയിലെ 5 പ്രധാന US കോൺസുലേറ്റുകളിലും വിസ സ്ലോട്ടുകൾക്കായി കാത്തിരുന്ന വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും ഒരുപോലെ പാനിക്കാക്കിയ അല്ലെങ്കിൽ ഞെട്ടിച്ചൊരു വാർത്തയാണിത്. എന്താണ് US വിസ പോർട്ടലിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ സ്ലോട്ടുകൾ ഇത്ര വേഗം അപ്രത്യക്ഷമാകുന്നത്? ഇതിന് പിന്നിലെ പുതിയ US വിസ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. മെയ് 15 രാത്രി മുതൽ മെയ് 18 പുലർച്ചെ വരെയുള്ള സമയങ്ങളിലാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഞെട്ടിച്ച സംഭവം ഉണ്ടായത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എംബസി വരുന്ന ജൂൺ ജൂലൈ മാസങ്ങളിലേക്കുള്ള നിർണായകമായ വിസ അപ്പോയിന്റ്മെന്റ് സ്ലോട്ടുകൾ ബൾക്കായി റിലീസ് ചെയ്തു. ഓഗസ്റ്റിൽ ക്ലാസുകൾ ആരംഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജൂൺ ജൂലൈ മാസങ്ങളിലെ വിസ ഇന്റർവ്യൂ ഏറെ നിർണായകമാണ്. എന്നാൽ പോർട്ടൽ ലൈവായി മിനിറ്റുകൾക്കകം ഡൽഹി, മുംബൈ, ചെന്നൈ, ഹൈദരാബാദ്, കൊൽക്കത്ത എന്നീ 5 ഇന്ത്യൻ നഗരങ്ങളിലെയും എല്ലാ സ്ലോട്ടുകളും പൂർണ്ണമായി ബുക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞിരുന്നു. ലക്ഷക്കണക്കിന് രൂപ സർവകലാശാലകളിൽ ഫീസ് അടച്ച് ലോൺ പാസാക്കി I-20 ഫോം കയ്യിൽ വെച്ച് കാത്തിരുന്ന വിദ്യാർത്ഥികൾ പോർട്ടലിൽ കയറിയപ്പോൾ കണ്ടത് അപ്പോയിന്റ്മെന്റുകൾ ലഭ്യമല്ല എന്ന ഒരു മെസ്സേജാണ്. യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധി ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായതല്ല. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി US വിസ പ്രോസസ്സിംഗിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല. ഇതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ 2025 ഡിസംബറിലേക്ക് പോകണം. കഴിഞ്ഞ വർഷം ഡിസംബറിൽ US ഗവൺമെന്റ് വിസ അപേക്ഷകൾക്കായി കടുത്ത സോഷ്യൽ മീഡിയ വെറ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തി. അതായത് വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ, മുൻകാല ഡിജിറ്റൽ ഹിസ്റ്ററി എന്നിവ കടുത്ത പശ്ചാത്തല പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തുടങ്ങി. H-1B വിസകളിൽ വലിയ താമസം വരുത്തിയ ഈ നിയമം ഇപ്പോൾ F1 സ്റ്റുഡന്റ് വിസകളെയും ബാധിച്ചിരിക്കുകയാണ്. ഈ കടുത്ത പരിശോധനകൾ കാരണം ഒരു വിസ ഫയൽ പ്രോസസ് ചെയ്യാനുള്ള സമയം ഇരട്ടിയായി വർദ്ധിച്ചു. ഇത് കോൺസുലേറ്റുകളുടെ ജോലിഭാരം കൂട്ടി. ഈ സാഹചര്യത്തിലാണ് കോൺസുലേറ്റുകൾ പുതിയൊരു തന്ത്രം കൊണ്ടുവന്നത്. ഇതിനെ ഡ്രോപ്പ് ഫീഡ് ഷെഡ്യൂളിംഗ് എന്ന് വിളിക്കുന്നു. പണ്ടത്തെ പോലെയുള്ള മാസങ്ങളിൽ സ്ലോട്ടുകൾ ഒന്നിച്ച് തുറന്നു കൊടുക്കുന്നതിന് പകരം വളരെ ചെറിയ ബ്ലോക്കുകളായി അൺപ്രഡിക്റ്റബിൾ ടൈമിൽ സ്ലോട്ടുകൾ റിലീസ് ചെയ്യുന്ന രീതിയാണിത്. ഇത് വിദ്യാർത്ഥികളെ വലിയ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. എപ്പോഴാണ് സ്ലോട്ട് വരിക എന്ന് ആർക്കും അറിയില്ല. മെയ് 15 വലിയൊരു ബാച്ച് സ്ലോട്ടുകൾ വന്നപ്പോൾ കാത്തിരുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഒന്നിച്ച് സൈറ്റിലേക്ക് ഇരച്ചു കയറിയതാണ് മിനിറ്റുകൾക്കുള്ളിൽ സ്ലോട്ടുകൾ തീരാൻ കാരണമായത്. ഇതിനു പുറമെ കടുത്ത ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾ കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിസ അപ്രൂവൽ നിരക്കിൽ ഏകദേശം 36% ഇടിവ് വന്നിട്ടുണ്ടെന്നാണ് എക്കണോമിക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പരിഭ്രാന്തരായ വിദ്യാർത്ഥികൾ വിസ പോർട്ടലിൽ നിരന്തരം കയറി റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഓർക്കുക, US വിസ ഷെഡ്യൂളിംഗ് സിസ്റ്റം ഇപ്പോൾ കൂടുതൽ കർശനമായ സുരക്ഷാ ഫിൽറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ദിവസം തന്നെ പലതവണ സൈറ്റ് റിഫ്രഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് മുംബൈ, ചെന്നൈ എന്നിങ്ങനെ കോൺസുലേറ്റ് നഗരങ്ങളിൽ മാറ്റി സെർച്ച് ചെയ്യുകയോ ചെയ്താൽ സിസ്റ്റം നിങ്ങളെ ഒരു ബോട്ട് അല്ലെങ്കിൽ ഹാക്കറായി കണക്കാക്കും. ഇത് നിങ്ങളുടെ അക്കൗണ്ട് 24 മുതൽ 72 മണിക്കൂർ വരെ ലോക്ക് ചെയ്യാൻ ഇടയാക്കും. കരിയർ കോച്ചുമാരും വിദഗ്ധരും പറയുന്നത് ഈ നിർണായക സമയത്ത് അക്കൗണ്ട് ലോക്കായാൽ ഓഗസ്റ്റിലെ ഇൻടേക്കിന് മുൻപ് സ്ലോട്ട് ബുക്ക് ചെയ്യാനുള്ള അവസരമാകും വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെടുക എന്നാണ്. ഈ വിദ്യാർത്ഥികളുടെ നിരാശയും പരിഭ്രാന്തിയും മുതലെടുക്കാൻ തട്ടിപ്പ് സംഘങ്ങളും പുറത്തിറങ്ങിക്കഴിഞ്ഞു. വാട്സപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പുകൾ വഴി സ്ലോട്ട് ബോട്ട് ഉപയോഗിച്ച് വിസ തീയതികൾ ഉറപ്പിച്ചു നൽകാം എന്ന് അവകാശപ്പെട്ട് വ്യാജ ഏജന്റുമാർ സജീവമാണ്. 50,000 രൂപ മുതൽ മുകളിലോട്ടാണ് ഇവർ ഈ ബ്ലോക്ക് മാർക്കറ്റ് സ്ലോട്ടുകൾക്കായി ഈടാക്കുന്നത്. എന്നാൽ US എംബസി വളരെ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക US ട്രാവൽ ഡോക്സ് പോർട്ടൽ അല്ലാതെ മറ്റൊരു തേർഡ് പാർട്ടി സൈറ്റും നിയമപരമല്ല. ഇത്തരം വ്യാജ ഏജന്റുമാരെ വിശ്വസിച്ച് യൂസർ ഐഡിയും പാസ്വേഡും കൈമാറിയാൽ നിങ്ങളുടെ അക്കൗണ്ട് എന്നേക്കുമായി സസ്പെൻഡ് ചെയ്യപ്പെടാം. തന്നെയുമല്ല, തട്ടിപ്പ് കേസുകളിൽ പെട്ട് US വരുന്നതിൽ നിന്ന് നിങ്ങളെ വിലക്കാനും ഈ നടപടി കാരണമാകും. ഓർക്കുക, നിങ്ങൾ അടയ്ക്കുന്ന വിസ ഫീസ് റെസിപ്റ്റുകൾ മറ്റൊരാൾക്ക് കൈമാറാനും കഴിയില്ല. ഇനി സ്ലോട്ട് ലഭിച്ചവർ പോലും കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. വിസ ഓഫീസർമാർ ഇപ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവർ നോക്കുന്നത് വിദ്യാർത്ഥിക്ക് ഈ കോഴ്സിനോടും യൂണിവേഴ്സിറ്റിയോടും യഥാർത്ഥത്തിൽ താല്പര്യമുണ്ടോ, അതോ US കടക്കാനുള്ള ഒരു വഴി മാത്രമായിട്ടാണോ ഇതിനെ കാണുന്നത് എന്നാണ്. വിസ ഓഫീസർമാർ ഇപ്പോൾ തികച്ചും സാങ്കേതികവും വ്യക്തിഗതവുമായ ചോദ്യങ്ങളുമാണ് ചോദിക്കുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഈ ആശങ്ക മനസ്സിലാക്കി US പ്രമുഖ സർവകലാശാലകൾ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്ക് ശൃംഖലയും തങ്ങളുടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഇമെയിലുകൾ അയച്ചു കഴിഞ്ഞു. ലഭ്യമാകുന്ന ഏറ്റവും ആദ്യത്തെ സ്ലോട്ട് തന്നെ ബുക്ക് ചെയ്യാനാണ് അവർ നിർദ്ദേശിക്കുന്നത്. അത് ഒരുപക്ഷെ യൂണിവേഴ്സിറ്റിയുടെ ഓറിയന്റേഷൻ തീയതിക്ക് ശേഷമാണെങ്കിൽ പോലും ബുക്ക് ചെയ്യുക. തുടർന്ന് ആ വിവരം സർവകലാശാല ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ വൈകി എത്തുന്നതിനുള്ള പ്രത്യേക അനുമതി ലേറ്റ് അറൈവൽ പെർമിഷൻ സിസ്റ്റം വഴി നൽകാൻ സർവകലാശാലകളും തയ്യാറാണ്.
അമേരിക്കൻ ക്യാമ്പസുകളിലേക്ക് പറക്കാൻ തയ്യാറെടുക്കുന്ന ഓരോ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ഈ സമയം കടുത്ത മാനസിക സമ്മർദ്ദത്തിൻ്റെതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഓർക്കുക, പരിഭ്രാന്തരായി തെറ്റായ വഴികൾ തിരഞ്ഞെടുക്കാതിരിക്കുക. ഔദ്യോഗിക ചാനലുകൾ മാത്രം ഫോളോ ചെയ്യുക. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ലോട്ടുകൾ ലഭ്യമാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ രേഖകളെല്ലാം കൃത്യമായി സൂക്ഷിക്കുക.